ഹേമൻ കുറച്ചുകൂടി അലർട്ടാവണം. അമ്മാളുവിനെ കണ്ടെത്താൻ CI ഹേമചന്ദ്രനെ ചുമതലപ്പെടുത്തുന്ന വിശ്വനാഥ്. നിരഞ്ജനയെ ഫോളോ ചെയ്താൽ മാത്രം മതി. ആ പെണ്ണിപ്പോ അവളുടെ വീട്ടിലില്ല. അർച്ചന കാർത്തിയായനിക്കൊപ്പമില്ല എന്ന് ചെവളയെ അറിയിക്കുന്ന രാജപ്പൻ. പെണ്ണ് കാർത്തിയാനിയുടെ കയ്യിലില്ലേ? ഏട്ടൻ വിശ്വനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. പെരുമ്പടപ്പ് കുടുംബത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി വിശ്വനാഥനെ അനുനയിപ്പിക്കാൻ നടരാജനോട് ആവശ്യപ്പെടുന്ന ജയന്തി. എന്താർത്ഥമുള്ളത്? വൈകിട്ട് ഞാൻ അളിയനെ കാണുന്നുണ്ട്. രാത്രി മഴ തുടരുന്നു. അളിയ, നിരഞ്ജനിയും സുധിയും ഒന്നിച്ച് ജീവിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അത് നടക്കണമെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു കടന്നു വന്നേ പറ്റൂ. അവളെ നഷ്ടപ്പെടാതിരിക്കാനാ നിരഞ്ജന പ്രഗ്നന്റ് ആണെന്ന് സുധി എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞത്. അവളുടെ സമ്മതവും അതിനുണ്ടാവും. ശബരിയും ഗീതയും അത് വിശ്വസിച്ചു കഴിഞ്ഞു. ഞാൻ തിരുത്താനും പോയില്ല. നല്ലൊരു സാഹചര്യമാണ് ഇപ്പോൾ തോന്നിയിരിക്കുന്നത്. 4-5 മാസം മാറി നിന്നിട്ട് ആ കുഞ്ഞുമായി അവർ വന്നാൽ എല്ലാവരും അത് വിശ്വസിക്കും. പക്ഷേ ആ കുഞ്ഞ് പെരുമ്പടപ്പ് കുടുംബത്തിന്റെ ചോരയാവില്ല. നടരാജനത് മറന്നു പോകരുത്. ദുരഭിമാനം കൊണ്ട് അളിയൻ എന്ത് നേടാനാ? സുധി നിരഞ്ജനിയും വേർപിരിയുന്ന സാഹചര്യം ഉണ്ടായാൽ സുധിയുടെ കഴിവുകേടുകൊണ്ടാണെന്ന് പുറം ലോകം അറിയില്ലേ? ജയന്തിയുടെ ഭാഷയിലാണ് നടരാജൻ ഇപ്പോൾ സംസാരിക്കുന്നത്. എനിക്കറിയാം അവളുടെ ദൂതനായിട്ടാണ് നടരാജൻ വന്നതെന്ന്. ആ കുഞ്ഞിനെ സ്വീകരിക്കാൻ അളിയൻ സമ്മതിക്കില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? ഇനിയും നടരാജന് മനസ്സിലായില്ലേ? എന്റെ കുടുംബത്തിൽ അങ്ങനെ ഒരു കുഞ്ഞിനെ കേട്ടാൽ ഞാൻ സമ്മതിക്കില്ല. തടയുക തന്നെ ചെയ്യും. ഇക്കാര്യത്തിൽ അവർ ഒരുപാട് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു. എനിക്കതിലൊരു പങ്കുമില്ല. എന്റെ അനുവാദമില്ലാതെ ചെയ്യുന്ന ഒന്നിനും ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. ചേച്ചി, എന്താ? ഡോക്ടറെ കാണേണ്ട സമയം കഴിഞ്ഞു ചേച്ചി. കുറിച്ച് തന്ന ടാബ്ലറ്റും തീർന്നു. നീ ആ കുറിപ്പതാ, ആംബ്രോസിനെ വിട്ട് മരുന്ന് വാങ്ങിക്കാം. അങ്ങനെ മേടിച്ച് കഴിക്കാവോന്ന് അറിയില്ല. ഓരോ തവണ ചെല്ലുമ്പോഴും മെഡിസിൻ മാറ്റി എഴുതും. ഓ, ഗർഭിണികൾക്ക് കൊടുക്കുന്ന എല്ലാം ഒരേ മരുന്ന് തന്നെ. അതിലെന്താ മാറ്റമുള്ളത്? അത് ഡോക്ടറുടെ നമ്പർ ഉണ്ട്, ഒന്ന് വിളിച്ചു ചോദിച്ചാലും മതിയായിരുന്നു. ഏത് ഡോക്ടറുടെ നമ്പർ അതിൻ്റെ ഉള്ളത്? പുനലൂര് പോയി കണ്ട ഡോക്ടറുടെ നമ്പറാ. വിളിച്ച അവരങ്ങോട്ട് ചെല്ലാൻ പറയും. ഫോണിലൂടെ ചികിത്സയൊന്നും പറയാൻ പറ്റില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഡോക്ടറെ കാണാൻ നീ വരുമെന്ന് രായപ്പൻ അറിയാം. അയാൾ ചാടി വീണാൽ നമ്മൾ എന്ത് ചെയ്യും? അത് പിന്നെ എനിക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ചേച്ചി. പ്രസവിക്കാനുള്ളതല്ലേ, അപ്പൊ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. മോളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. ആരെയും പേടിക്കേണ്ട കാര്യമില്ലെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുപോയേനെ. പൈസ ചെലവൊന്നും ഞാൻ നോക്കത്തില്ല. പുനലൂര് പോന്ന കാര്യം നീ മുമ്പും പറഞ്ഞതാ, അത് നടക്കത്തില്ല. അറിഞ്ഞു വെച്ചോണ്ട് അപകടത്തിൽ ചെന്ന് ചാടരുത്. മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഗവൺമെന്റ് ആശുപത്രി പോകാം. ഞാൻ പ്രസവിക്കാത്തോണ്ട് എനിക്ക് അതിന്റെ പ്രയാസമൊന്നും അറിയില്ല. എനിക്കൊരു ഡോക്ടറെ കാണണം ചേച്ചി. വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ ചേച്ചിയെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. നിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ആരുമില്ലഞ്ഞിട്ട് നിന്നെ ഞാൻ നോക്കുവോ? നാളെ തന്നെ നമുക്ക് ആശുപത്രി പോകാം. ഒരു സർക്കാർ ഡോക്ടറെ കാണുന്നതാ എന്തുകൊണ്ടും നല്ലത്. പ്രസവം നടക്കുമ്പോൾ നമുക്കൊരു കരുതൽ വേണം. നിന്നെയും കൊച്ചിനെയും റാഞ്ചിക്കൊണ്ട് പോകാൻ ആളുകളുണ്ട്. സൂക്ഷിച്ചും കണ്ടും വേണം ഒരു ആശുപത്രി കണ്ടുപിടിക്കാൻ. തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രി പോകുന്നതാ എന്തുകൊണ്ടും നല്ലത്. ആ, ഏതായാലും അതിനി സമയമുണ്ടല്ലോ, വയ്യെങ്കിപ്പോയി കിടക്കാൻ. ചെല്ലേ. ഞാനിപ്പോ ഫൈസി വിളിപ്പിച്ചതിന്റെ കാരണം അറിയാമല്ലോ. ഇല്ല സർ. ഫൈസിയുടെ മുഖം അങ്ങനെ അല്ലല്ലോ പറയുന്നത്. എനിക്കൊന്നും അറിയില്ല സർ. നിരഞ്ജനയും ഫൈസിയുടെ വൈഫുമായിട്ടുള്ള അടുപ്പമൊക്കെ എനിക്കറിയാം. സുധിയും നിരഞ്ജന ഒരു തീരുമാനമെടുത്താ നിങ്ങൾക്കും അതിലൊരു പങ്കുണ്ടാവും. സാർ എന്താ പറഞ്ഞു വരുന്നത്?
ഇനി കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഫൈസിയല്ലേ ഒരു കുഞ്ഞിനെ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത്? സർ, അത് നിഷേധിക്കാനൊന്നും ഫൈസിക്ക് കഴിയില്ല. അതിന് പിന്നിൽ ഫൈസിയാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു കുഞ്ഞിനെ സ്വീകരിക്കുന്ന കാര്യം നിരഞ്ജന പറഞ്ഞതായി സ്നേഹപ്രഭ എന്നോട് പറഞ്ഞിരുന്നു. അതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല സർ. ശരി, ആയിക്കോട്ടെ. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു ദിവസം ഫൈസിക്ക് ഇക്കാര്യത്തിൽ എന്റെ മുന്നിൽ വന്ന് നിൽക്കേണ്ടി വരും. ഞാനിപ്പോ സംസാരിക്കുന്നത് SP എന്ന നിലയ്ക്കല്ല. എന്റെ മോനും മരുമോൾക്കും വേണ്ടപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് ഫൈസി ഒരു കുടുംബ സുഹൃത്തായി എനിക്ക് കാണാൻ കഴിയും. സാർ എന്നെ വെറുതെ സംശയിക്കുന്നതാ. എനിക്ക് സംശയിക്കാതിരിക്കാൻ പറ്റില്ല. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എന്റെ അഭിമാനത്തിന് മുറിവേറ്റ ആരായാലും ഞാൻ വെറുതെ വിടില്ല. ആലോചിക്കാൻ ഇനിയും ദിവസങ്ങൾ തരാം. ഇതിന് പിന്നിൽ ഫൈസി ഉണ്ടെങ്കിൽ വെറുതെ വിടില്ല ഞാൻ. സർ, ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊന്നും അറിയില്ല. ഫൈസി ഒരു സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ മാത്രമേ ആയിട്ടുള്ളൂ. ആ ഓർമ്മ മനസ്സിൽ എപ്പോഴും വച്ചേക്കണം. അവൾ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഫൈസി ആലോചിച്ചിട്ട് എന്നെ വിളിക്കും. തനിക്ക് ഒരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളാം. എന്നാ ചെല്ല്. ശരി. സാരി പിടിച്ച് തലയിലൂടെ പൊതിച്ചു. ഇവിടെ ഇരിക്ക. ഡോക്ടറുടെ പേരറിയോ ചേച്ചി? പിന്നെ സർക്കാർ ആശുപത്രി ഡോക്ടറെ പേരെഴുതി പുറത്ത് തൂക്കി വെച്ചിരിക്കുമല്ലോ. ഇത് തന്നെ മുറി. നീ ഇവിടെ ഇരുന്നാ മതി. നിങ്ങൾ ചെല്ലു. സിസ്റ്ററെ, കേറിപ്പോയി ഇറങ്ങിയതിനു ശേഷം നിങ്ങൾ കേറിയാ മതി. എന്നെ അറിയുന്ന ആരും വന്ന് ചാടാതിരുന്നാ മതിയായിരുന്നു. അതാ ചേച്ചി ഞാൻ പറഞ്ഞത്, ദൂരെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോവാന്ന്. അതൊന്നും നടക്കുന്ന കാര്യമല്ല പെണ്ണെ. പുനലൂര ഡോക്ടറാ നിന്റെ മനസ്സിലുള്ളതെന്ന് എനിക്കിപ്പോഴും അറിയാം. അതൊക്കെ കാശുകാർക്കുള്ളതാ. നമ്മളെ പോലുള്ള പാവങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ സർക്കാർ ആശുപത്രി. നിങ്ങളെ ഡോക്ടർ വിളിക്കുന്നു. വാ, ബാഗിങ്ങതാ. അവനെ ഞാനൊന്ന് നോക്കട്ടെ. കാശും വാങ്ങി പറഞ്ഞ് പറ്റിക്കോ? അതിനുള്ള ധൈര്യമൊന്നും അവനില്ല. ഇതുവരെയായിട്ട് നിന്റെ എത്ര രൂപ പറ്റിയവൻ? 10,000 രൂപ പറ്റിയിട്ടുണ്ട്. റോസി പഠിക്കണ്ട, ഡിസ്ചാർജ് ചെയ്തിട്ടൊന്നുമില്ല. എന്നാ ചന്ദ്രൻ അവനെന്ന് തപ്പ്. നോക്ക്, ഞാൻ വണ്ടിയിലിരിക്കാം. എന്നെ ഇവിടെ ആരെങ്കിലും കണ്ടാ അത് പ്രശ്നമാകും. വേഗം വന്നേക്കണം. പരിശോധിച്ച് നോക്കിയിട്ട് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. 7.5 മാസമായി അല്ലേ? അതെ. ഡെലിവറി എവിടെ നടത്താനാ തീരുമാനം? SITലോട്ട് പോകാനേ പറ്റൂ. അതുവരെ ഡോക്ടറെ കാണാമെന്ന് കരുതിയാ ഇങ്ങോട്ട് വന്നത്. അതാ നല്ലത്. ഡേറ്റ് എടുക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് റെഫർ ചെയ്യാം. 2 ആഴ്ച കഴിഞ്ഞ് എന്നെ വന്ന് കണ്ടാ മതി. നോർമൽ ഡെലിവറിക്കാ സാധ്യത. ശരി ഡോക്ടർ. ശരി മാഡം. അന്ന് ചില ടെസ്റ്റൊക്കെ നടത്തിക്കൊണ്ട് വരണം. ഞാൻ കുറിച്ചിട്ടുണ്ട്. ടാബ്ലറ്റ് ഇവിടുത്തെ ഫാർമസിയിലുണ്ട്. ചിലത് പുറത്തുനിന്ന് വാങ്ങണം. എന്നാ ശരി. ശരി, പോയിട്ട് വരും. ഇരട്ട കൊച്ചുകളെ വളർത്താനുള്ള കെൽപ്പൊന്നും നിനക്കില്ലടാ. അത് കെട്ടിയുള്ള ഇരട്ട പറ്റാൻ നീ എന്ത് ചെയ്യാനാ? ഒന്നിനെ തന്നെ നേരെ ചൊവ്വേ വളർത്താൻ പറ്റാത്ത കാലോ. പിന്നെ 2. ഒന്നിനെ നീ നന്നായിട്ട് വളർത്തിക്കോ. നോക്ക്, മറ്റേത് ചത്തുപോയത് പറഞ്ഞാ മതി. ശരി ചേച്ചി. നീ ഇതുകൂടി വെച്ചോ. എന്നാ ഡിസ്ചാർജ് ചെയ്യുന്നേ? മറ്റന്നാ. ചന്ദ്രൻ നിന്നെ കാണാൻ വരും. അന്നേരം കണക്ക് തീർത്തേക്കാം. ശരി. എന്നാ നീ ചെല്ല്. മരുന്നുകളൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം. നീ പോയി വണ്ടിയൊക്കെ കയറും. ഇതാ പെണ്ണാണല്ലോ. അത് കാർത്തിയാനിയല്ലേ? അതെ. കൂടെ അതൊരു പെണ്ണ്.
വണ്ടി എടുക്കടാ, അവളുടെ പുറകെ വിട്. അതെ, ഈ സമയത്ത് യാത്രയൊന്നും പാടുള്ളതല്ല. തമാശയാണെങ്കിലും കേൾക്കാൻ നല്ല സുഖമുണ്ട്. ആ, എനിക്ക് അമ്മാളുവിനെ ചെന്നൊന്ന് കാണണം. അവളുടെ മനസ്സിലെ പേടി കുറേശ്ശെ മാറി തുടങ്ങിയെന്ന് ഫൈസി വിളിച്ചപ്പോൾ പറഞ്ഞു. നമുക്ക് നാളെ ഒന്ന് പോയാലോ? ബാങ്കിൽ നിന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. താൻ സ്നേഹയും കൂട്ടിച്ചല്ലേ. സ്നേഹ അവളെ കണ്ടിട്ടില്ലല്ലോ. അവളെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഇപ്പം നല്ല ബിസിയാ അവള്. ഞാൻ ഫൈസിയെ വിളിച്ച് പറയാം. പിന്നെ കുറച്ച് കരുതൽ വേണം. അച്ഛൻ ഫൈസിയെ വിളിച്ചൊന്ന് കുടഞ്ഞു. എന്നിട്ട് ഫൈസിക്ക് ജീവൻ പോയാൽ പോലും കാര്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ. മറ്റൊരു സിംഹത്തിന്റെ വായിലല്ലേ ഫൈസി തലവെച്ചിരിക്കുന്നത്. ആ, പിന്നെ ഇന്നലെ ഷോപ്പിംഗ് മോളിൽ വെച്ച് CI ഹേമചന്ദ്രനെ കണ്ടിരുന്നു. ഞാൻ കണ്ട ഭാവം നടിച്ചില്ല. പക്ഷേ നിഴല് പോലെ അയാൾ പിന്നാലെ ഉണ്ട്. ഞാനിപ്പോൾ കോടതി പോവാത്തോണ്ട് എൻ്റെ പിന്നാലെ വരില്ല. നാളെ വീട്ടിലേക്ക് പോകുന്നെന്ന് പറഞ്ഞിറങ്ങാം. ചന്ദ്ര, അപ്പൊ ഞാൻ ഊഹിച്ചതുപോലെ തന്നെയാ കാര്യങ്ങൾ. കള്ളുകച്ചവടം നിർത്തി കാർത്തിയാനി പുതിയ ബിസിനസ് തുടങ്ങി. അതിനുവേണ്ടി എടുത്ത വീടാ ഇത്. പരിസരത്തൊരു കുഞ്ഞു പോലും ഇല്ല. ആ പെണ്ണേതാണെന്നറിയോ? അതൊന്നും എനിക്കറിയത്തില്ല. കാർത്തിയാനി അവളെ ഇവിടുന്ന് തട്ടിക്കൊണ്ടുവന്നതാ. അവളുടെ കയ്യിൽ നിന്ന് ചാടിപ്പോയപ്പോഴാ എന്റെ മുന്നിൽ വന്ന് പെട്ടത്. അന്ന് ഞാനെത്താൻ അല്പം വൈകിപ്പോയി. കാർത്തിയാനി ഈ ബിസിനസ് തുടങ്ങിയിട്ട് 5-6 മാസമായിട്ടും നമ്മളറിയാതെ പോയല്ലോ. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഗർഭം കലക്കാനാ. അതിലെന്താ സംശയം? അധികകാലം ഒന്നും കാർത്തിയാനിക്ക് അവളെ ഈ നാട്ടിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. ചിലപ്പോ കാർത്തിയാനി ഇവളെ വേറെ ആർക്കെങ്കിലും കൈമാറും. അതിനു മുമ്പ് നമ്മൾ അവളെ കടത്തിയിരിക്കണം. തെന്മല റോസി കണ്ണുവെച്ച ഒരു പെണ്ണും ഇതുവരെ കൈവിട്ടു പോയിട്ടില്ല. ചന്ദ്രൻ വണ്ടിയിലോട്ട് കയറാം. പോയപ്പം ഭാഗ്യത്തിന് ആരുടെയും കണ്ണിൽപ്പെട്ടില്ല. ഞാനൊരു പെണ്ണിനെയും കൊണ്ട് ഡോക്ടറെ കാണാൻ വന്നെന്നറിഞ്ഞ പലരും പലതും പറയും. ഇനിയിപ്പോ 1 മാസം കഴിഞ്ഞ് പോയാൽ മതിയല്ലോ. നിനക്കൊരു പ്രശ്നവുമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? എന്തെങ്കിലും പ്രശ്നമുള്ളവരാ മാസം തോറും ചെക്കപ്പിന് പോകുന്നത്. നിന്റെ സംശയം തീർന്ന നിലയ്ക്ക് ഡോക്ടർ കുറിച്ച് തന്ന ഗുളിക വാങ്ങി കഴിച്ചുകൊണ്ടിരുന്നാ മതി. ഡേറ്റിന് 1-2 ദിവസം ഉള്ളപ്പോൾ നമുക്ക് ആ ഡോക്ടറെ ഒന്നുകൂടി പോയി കാണാം. തിരുവനന്തപുരത്ത് SITയിലേക്ക് അവർ തുണ്ട് തരും. അതും വാങ്ങി നമുക്ക് അങ്ങോട്ട് പോവാം. ചേച്ചി പറയുന്ന പോലെ മതി. എനിക്ക് കാശ് ചെലവാകുമെന്ന് കരുതിയിട്ടല്ല ഞാൻ അങ്ങോട്ട് പോവാന്ന് പറയുന്നത്. അവിടെ ആകുമ്പോൾ ആളുകളൊന്നും തിരിച്ചറിയത്തില്ലല്ലോ. ഇതൊക്കെ പറഞ്ഞിട്ടും നിന്റെ മുഖത്തെന്താ ഒരു തെളിച്ചമില്ലാത്തത്? ഞാൻ എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഓർത്തതാ ചേച്ചി. എൻ്റെ കുഞ്ഞുമായി ഞാൻ ഇങ്ങോട്ട് വന്ന എത്ര കാലം ചേച്ചിയുടെ കൂടെ നിൽക്കാൻ കഴിയും? നിനക്കും നിന്റെ കൊച്ചിനും ഇഷ്ടമുള്ള കാലം വരെ ഇവിടെ കഴിയാം. നമുക്കിവിടെ നിന്ന് പോവാൻ ചേച്ചി. എവിടെ പോകാനാ? പോയാൽ തന്നെ നിനക്കോ എനിക്കോ ആരെങ്കിലും ഒരു വാടക വീട് തരുവോ? അതല്ല ഇനി എവിടെങ്കിലും കിട്ടിയാൽ തന്നെ എങ്ങനെ ജീവിക്കാനാ? പിന്നെ
നിനക്കെന്തോ ജോലി കിട്ടുമെന്നല്ലേ പറഞ്ഞത്? അതെ, കിട്ടും. വരട്ടെ, നമുക്ക് നോക്കാം. ജോലി കിട്ടിയാൽ നിനക്കാര്യം പേടിക്കണ്ട, നിന്റെ കൊച്ചിനെയും വളർത്താം. ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചോൻ പെണ്ണും കെട്ടി സുഖമായിട്ട് ജീവിക്കുക. ഇതാ പഴമക്കാര് പറയുന്നത്, ഇല ചെന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയെ വീണാലും ഇലയ്ക്കാ കേടന്നു. എടോ, സുഖമല്ലേ സാറേ? കണ്ടിട്ട് കുറെ കാലമായല്ലോ. താനിപ്പോ കാശൊന്നും പിരിക്കാൻ വരവില്ലേ? കാര്യം നടന്നു കിട്ടിയില്ല സാറേ. നമ്മളിപ്പോ കറിവേപ്പിലല്ലേ. എന്നെ പറ്റി വല്ല സംസാരവും വീട്ടിലുണ്ടായോ സാറേ? അവർക്കേ തന്നെ കൊണ്ടുള്ള കാര്യം കഴിഞ്ഞിടൂ. താൻ എന്താ അതുകൊണ്ട് നേടിയത്? കുറച്ച് കാശ് കിട്ടിക്കാണും, പക്ഷെ മനുഷ്യർക്കിടയിൽ അതിനപ്പുറം പലതും ഉണ്ടോ. അത് പറഞ്ഞാലൊന്നും തനിക്ക് മനസ്സിലാവില്ല. SP വിശ്വനാഥന്റെ ഗേറ്റിന് പുറത്ത് നിൽക്കാനേ ഇനി തനിക്ക് കഴിയൂ. തന്നെ കണ്ട മുഖം തിരിച്ചു കളയും. എടോ, അവരൊക്കെ നേടേണ്ടത് നേടി. ഞാൻ തന്നോട് ചോദിച്ചതൊരു ജീവിതമാണ്. അതിനെന്തും തനിക്ക് തരാൻ ഞാൻ തയ്യാറായിരുന്നു. ഒരിക്കലും നിങ്ങൾക്ക് പടിക്ക് പുറത്ത് നിൽക്കേണ്ടി വരില്ലായിരുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ എന്താവശ്യം വന്നാലും കൂടെ ഞാനും ഉണ്ടാവുമായിരുന്നു. നിങ്ങളുടെ മക്കളെ അനിയത്തിമാരെ പോലെ കാണാനുള്ള മനസ്സും എനിക്കുണ്ടായിരുന്നു. ഇനി പറയടോ, താൻ എന്താ നേടിയത്? സ്നേഹിച്ച രണ്ടുപേരെ രണ്ട് വഴിക്കാക്കി. അതുകൊണ്ട് സാറിന് നഷ്ടമൊന്നും വന്നില്ല. നല്ലൊരു ബന്ധം കിട്ടിയില്ലേ? എൻ്റെ കുടുംബത്തിൽ വന്ന് കയറേണ്ടവനല്ല സാറ്. ഇനി അതും പറഞ്ഞ് നടക്കുന്ന നാണക്കേടാ. വിട്ടേക്ക് സാറേ. എനിക്കത് വിട്ടുകളയാൻ പറ്റില്ല. കൊള്ളാലോ, ഒരു പെണ്ണിനെ കൂടെ പൊറപ്പിച്ചിട്ടാണോ ഇങ്ങനെ പറയുന്നേ? ഞാൻ അവളെ വിവാഹം ചെയ്യാനുള്ള സാഹചര്യം തനിക്കറിയൂ. ഞാനും എൻ്റെ ഭാര്യ എങ്ങനെ ജീവിക്കുന്നതെന്ന് തനിക്കറിയൂ. നിങ്ങളിപ്പോൾ റോസ്മലയിലാണല്ലോ താമസിക്കുന്നത്. സാറതെങ്ങനെ അറിഞ്ഞു? അറിയാൻ ഞാൻ വൈകിപ്പോയി. ഇപ്പൊ അർച്ചന എവിടെയുണ്ട്? സാർ ഇപ്പോഴും അവളോട് പറയുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കരുതിയത് കല്യാണം കഴിഞ്ഞതോടെ സാറിൻ്റെ അസുഖമൊക്കെ മാറിയെന്നാ. അതിനൊരു മാറ്റവും വന്നിട്ടില്ലെന്ന് മനസ്സിലായി. പക്ഷേ അവളെ വിട്ടേക്ക് സാറേ. അവൾക്കിപ്പോൾ വിശേഷമുണ്ട്. 1.5 മാസം അവളിപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുക. അവള് ജീവിതം എന്താണെന്ന് അറിഞ്ഞ പെണ്ണ. സാർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ കുടുംബത്തിൽ ചെന്ന് കയറരുത്. റോസ്മല കണ്ടുപിടിച്ച സാറിന് അവളുടെ കുടുംബവും കണ്ടുപിടിക്കാൻ പ്രയാസമില്ലെന്ന് എനിക്കറിയാം. ദേ, ഞാൻ ഒരിക്കൽ കൂടി പറയുക, അവരെ അവരുടെ വഴിക്ക് വിട്ടേക്ക് സാറേ. എന്തൊരു കിടപ്പാടി അർച്ചന ഇത്. നീ സദാ നേരം ഇങ്ങനെ കിടക്കരുത്. ഈ കണക്കിന് പോയാ പ്രസവം അടുക്കുമ്പോൾ നിനക്ക് കട്ടിലെ ഇറങ്ങാൻ പോലും പറ്റാതാവും. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ക്ഷീണ ചേച്ചി. അതെന്തൊന്ന് ക്ഷീണമാ? എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങോട്ട് പോയതും തിരിച്ചു വന്നതും കാറില്ല. ഓട്ടോയിലാണെങ്കിൽ ശരീരം കുലുങ്ങിയെന്നെങ്കിലും പറയാം. ഈ ഗർഭമെന്ന് പറയുന്നത് രോഗമൊന്നുമല്ല. അത് നീ മനസ്സിലാക്കണം. സൗകര്യങ്ങൾ കൂടുമ്പോഴാ ആലസ്യവും കൂടുന്നത്. രാവിലെ പണിക്ക് പോയി വൈകിട്ട് പറ്റ പെണ്ണുങ്ങളെ വരെ എനിക്കറിയാം. നിന്നെ കൊണ്ട് ഞാൻ ഒരു പണിയും ചെയ്യിക്കില്ല. എന്നാലും എപ്പോഴും കിടക്കരുത്. ശരീരത്തിനൊക്കെ ഒരയവ് വേണം. എളുപ്പത്തിൽ പ്രസവം നടക്കാനാ ഞാൻ ഇതൊക്കെ പറയുന്നത്. അല്ലെങ്കിലേ സിസേറിയൻ വേണ്ടി വരും. ദൈവാധീനം കൊണ്ട് നിനക്കൊരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. നമ്മളായിട്ടൊന്നും വരുത്തി വെക്കാതിരുന്നാ മതി. ആശുപത്രിയിലോട്ട് അങ്ങോട്ട് ചെല്ലണം. അന്നോ പിറ്റേന്നോ പ്രസവം കഴിയണം. 2 ദിവസം കൊണ്ട് തിരിച്ചും പോരണം. ആദ്യ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അർച്ചനേച്ചി, ആ പെണ്ണ് കയറി വന്നിട്ടുണ്ട്. ഒരു വീട്ടിലോട്ട് കയറി വരുമ്പോ ആളുണ്ടോന്ന് വിളിച്ചു ചോദിക്കണ്ട പെണ്ണെ? വാതില് തുറന്നു കിടക്കുന്ന കണ്ട് കേറിയതാ ചേച്ചി. അല്ല, അത് ഞാനിപ്പോഴാ വാതിൽ തുറന്നിട്ടത്. സുഖമില്ല ചേച്ചി? ഒന്നുമില്ല മോളെ, രാവിലെ ചെക്കപ്പിന് പോയി. അതിന്റെ ക്ഷീണത്തിലൊന്ന് കിടന്നതാ.
അല്ല മോളിന്ന് പഠിക്കാൻ പോയില്ലേ? പോയിരുന്നു ചേച്ചി. നിന്റെ ആ കൂട്ടുകാരിക്ക് സുഖാണോ? റോസ്മലയിലെ അമ്പിളിക്ക് അവൾ ഇന്ന് പഠിക്കാൻ വന്നോ? ഇത് വല്ലാത്ത അതിശയം തന്നെ. എന്നെ കാണുമ്പോ എപ്പോഴും അമ്പിളി അർച്ചനേച്ചിയുടെ കാര്യം ചോദിക്കും. അവള് വന്നിരുന്നു, ഒന്നിച്ചു ഇറങ്ങിയത്. ആദ്യം ചോദിച്ചത് ചേച്ചിയുടെ കാര്യ. എന്താ എന്നെ പറ്റി ചോദിച്ചത്? ചേച്ചിയെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ഞാൻ അമ്പിളിയോട് പറയും. ഹോസ്പിറ്റലിൽ പോകാറുണ്ടോന്ന് എന്നോട് ചോദിച്ചു. നാളെ കാണുമ്പോ ഞാൻ ഹോസ്പിറ്റലിൽ പോയിന്ന് പറയണം. സുഖമായിട്ടിരിക്കുന്നു എന്നും പറയണം. ചേച്ചിയെ കാണുന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിലേക്ക് വന്നാ മതിയെന്നും ഞാൻ അവളോട് പറഞ്ഞു. അയ്യോ, അതൊന്നും വേണ്ട മോളെ. നീ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതേ കാർത്തു ചേച്ചിക്ക് ഇഷ്ടാവില്ല. മറ്റെങ്ങും പോവാൻ അച്ഛന് സമ്മതിക്കില്ലെന്നാ അമ്പിളി പറഞ്ഞത്. അവളുടെ അച്ഛൻ ലോറി ഡ്രൈവറാ. ഓട്ടത്തിന് പോയ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാ വരുന്നത്. ആ സമയം നോക്കി എന്റെ വീട്ടിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും കാർത്തു ചേച്ചി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അത് ശരി. അവക്ക് ഇപ്പോഴും രായപ്പന്റെ മോളുമായിട്ട് കണക്ഷനുണ്ട്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ രായപ്പന്റെ വീട്ടിൽ കൃത്യമായിട്ട് അറിയുന്നുണ്ട്. അമ്മാളും അകത്തില്ലേ? ഉണ്ട് മാഡം. തങ്കമ്മ പുറത്തു പോയിരിക്കുക. മാഡം വരുമെന്ന് ഫൈസി സാർ പറഞ്ഞിരുന്നു. മാഡം ചെല്ല്. ശരി, വാ. അമ്മാളു, വാ, എഴുന്നേക്ക് പതുക്കെ. ഇതെന്റെ കൂട്ടുകാരിയാ. അമ്മാളുവിന് സുഖമല്ലേ? മരുന്നും ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് കഴിക്കുന്നുണ്ടോ? അമ്മാളുവിന് ചേച്ചി കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ വേണം. കഴിക്ക്. സ്നേഹത്തോടെ തരുന്നതല്ലേ. കഴിക്കുമോളെ. ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. നല്ല മിടുക്കി കുട്ടിയായിരിക്കണം. ഒരേ കിടപ്പ് കിടക്കാതെ വീടിനകത്തൊക്കെ നടക്കണം. എപ്പതാ എന്നെ ആസ്പത്രി കൊണ്ടുപോവേ? അതിനുള്ള സമയമായി വരുന്നല്ലേ ഉള്ളൂ. സങ്കടപ്പെട്ടിരിക്കാതെ സന്തോഷത്തോടെ ഇരിക്കണം. അമ്മാളൂന് ആരുമില്ലെന്ന് തോന്നല് വേണ്ട. ഞങ്ങൾ എല്ലാരും ഉണ്ട്. എനിക്ക് ഊർക്ക് പോവേണ. എനക്ക് ഇങ്ങൊരു വേല തന്നാ പോതും. അതിനെന്താ, അമ്മാളും ആഗ്രഹിക്കുന്ന പോലെ ഞാനൊരു ജോലി വാങ്ങിത്തരാം.